നേരത്തെ നമ്മൾ പങ്കുവച്ച വാർത്തയാണ്. അതിലേക്ക് കുറച്ചുകൂടി വിശദമായി കടക്കുന്നു. മരിച്ച 78കാരിക്ക് നിപ്പ ഇല്ല. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന 78കാരിയാണ് മരിച്ചത്. അവരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നെഗറ്റീവാണ്. കോട്ടക്കൽ സ്വദേശിനിയുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിരിക്കുന്നത്. PR പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി. പ്രവീണ, ഒരു കണക്കിന് ആശ്വാസ വാർത്തയാണല്ലേ ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന് ഒരു കണക്കിന് ആശ്വസിക്കാമല്ലേ? ആശ്വാസകരമായ വാർത്തയാണ്. കാരണം ഈ നിപ്പ ബാധിച്ച് മരിച്ച് 18 വയസ്സുകാരിയുടെ കൂടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നതാണ് ഈ 78കാരി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പർക്ക പട്ടികയിൽ വരുന്ന ഒരാളായിരുന്നു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വരുന്ന ആളായിരുന്നു. അവരുടെ മരണം നിപ്പയാണോ എന്ന് സംശയിച്ചിരുന്നു. എന്നാൽ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതായത് നിപ്പ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറത്ത് മരണമടഞ്ഞ 78കാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്, നിപ്പ ഇല്ല. അതേസമയം തന്നെ ഹൈറിസ്ക് വിഭാഗത്തിൽ 116 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്, നിരീക്ഷണത്തിലുള്ളത്. 29 പേർ ഹയസ്റ്റ് റിസ്കിലും 116 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ നിരീക്ഷണത്തിലുണ്ട്. അതുപോലെ നിപ്പ സ്ഥിരീകരിച്ച ഒരു രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലുമാണ്. സെപ്റ്റംബർ മാസം വരെ നിപ്പ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൂനെ ICMR അതുപോലെ തന്നെ ബാച്ച് ടീം പാലക്കാട് എത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. NCDC ടീമും എത്തി ചർച്ച നടത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടി കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൂടിയുള്ള ഒരുമിച്ചുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇപ്പോൾ നിപ്പ കേന്ദ്രീകരിച്ച് നടത്തുന്നതും. നിപ്പയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിപ്പ ഒരു സ്ഥലത്തുണ്ടായാൽ അവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്പ്രെഡ് ഈ സമയത്തും ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും ഒരാൾ പോലും സമ്പർക്ക പട്ടികയിൽ നിന്ന് വിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം വലിയ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതും എല്ലാവരെയും നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നതും. പ്രവീണ, നിലവിൽ എത്ര പേരാണ് ഈ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ളത്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ കോഴിക്കോട് ഒരാൾ ചികിത്സയിലുണ്ട്, ICUവിൽ ചികിത്സയിലുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലുണ്ട്. അതേസമയം തന്നെ നിപ്പയുടെ സമ്പർക്ക പട്ടികയിൽ 498 പേരുണ്ട്. ഇത് കണക്ക് തിരിച്ചു പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 203 പേർ, കോഴിക്കോട് 116 പേർ, പാലക്കാട് 177 പേർ, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ മലപ്പുറത്ത് 11 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർ ICUവിൽ ചികിത്സയിലാണ്. മലപ്പുറത്ത് ഇതുവരെ 46 സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. പാലക്കാട് 3 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. അതായത് കോഴിക്കോടുള്ള ഒരാളാണ് ഇപ്പോൾ ICUവിൽ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ളത്. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മരണം അത് നിപ്പ ബാധിച്ചല്ല. 78കാരിയാണ് മരണമടഞ്ഞിരിക്കുന്നത്. അവരുടെ മരണം ഏതായാലും നിപ്പ ബാധിച്ചല്ല എന്ന ആശ്വാസ വാർത്തയാണ് എത്തുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.